അമൃത മിസ് ആണ്. നമുക്ക് എല്ലാവർക്കും ടെൻഷൻ ആണല്ലേ, നമ്മുടെ ക്രിസ്മസ് എക്സാം ഇങ്ങ് എത്തി. നമ്മൾ എല്ലാവരും അടിപൊളിയായിട്ട് ക്രിസ്മസ് എക്സാം എഴുതാൻ വേണ്ടി പോവാണ്. മിസ് ഇന്ന് വന്നിട്ടുള്ളത് മെഷർ മാത്ത്, അതായത് അളവ് കണക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മക്കൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളുണ്ട്. ഇവരറിയാതെ നിങ്ങൾ എക്സാമിന് പോയാൽ ഉറപ്പായിട്ട് നമ്മുടെ മാർക്ക് നഷ്ടപ്പെടും. അപ്പൊ ഈസി ആയിട്ട് ആ കാര്യങ്ങൾ ഓർത്ത് വെക്കാനും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒരു ബുക്ക് എടുക്കുക, മിസ് പറയുന്ന കൂടെ തന്നെ എന്ത് ചെയ്യുക, മക്കളെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും ഇതൊന്ന് നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, എക്സാം ഹാളിലേക്ക് കയറുക. ഓക്കെ, ഇതാണ് ആ കാര്യം. എങ്ങനെ മില്ലിമീറ്ററിനെ സെന്റിമീറ്റർ ആക്കാമെന്നും എങ്ങനെ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നാണ് നോക്കേണ്ടത്. അതായത് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് മാറ്റി മാറ്റി ചോദിക്കും. അതായത് മില്ലിമീറ്റർ ഇവിടെ നോക്കുക, മില്ലിമീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എത്രയാണോ മില്ലിമീറ്റർ തന്നത് ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ മതി. അതായത് നിങ്ങളോടിപ്പോ ചോദിക്കുവാണ് 5 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, എത്രയാണോ മില്ലിമീറ്റർ 5 ഡിവൈഡഡ് ബൈ 10 ഹരിക്കണം 10 സെന്റിമീറ്റർ. കഴിഞ്ഞു, ഇത്രേ ചെയ്യേണ്ടുള്ളൂ. അതായത് ഇവിടെ താഴത്ത് എത്ര പൂജ്യങ്ങളുണ്ട്, ഒരൊറ്റ പൂജ്യമേ ഉള്ളൂ. അപ്പൊ നമ്മൾ നമ്പർ അതേപോലെ എഴുതുന്നു, ഒരു സ്ഥാനം മാറ്റി കുത്തുന്നു, ആൻസറായി. ഇനി വേറൊരു രീതിയിൽ ചോദിക്കുവാണ്, അതായത് 6 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആണ്, 6 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആണ് എന്ന് ചോദ്യം വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എത്രയാണോ സെന്റിമീറ്റർ 6 × 10. അതായത് മില്ലിമീറ്ററും സെന്റിമീറ്ററും ആണെങ്കിൽ 10 കൊണ്ടാണ് കളി എന്ന് ആലോചിച്ചാൽ മതി. മില്ലിമീറ്ററിനെ സെന്റിമീറ്ററിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, 10 കൊണ്ട് ഹരിക്കണം. സെന്റിമീറ്ററിനെ മില്ലിമീറ്റർ ആക്കാൻ എന്ത് ചെയ്യണം, ഇൻറ്റു 10 കൊണ്ട് ഗുണിക്കണം. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഈ ഒരു ചിത്രം ഓർത്തിരുന്നാൽ മാത്രം മതി. എക്സാമിന് നിങ്ങൾക്ക് പേപ്പർ കിട്ടുന്ന സമയത്ത് സൈഡിൽ എന്ത് ചെയ്യുക, ഈ ചിത്രം വേണമെങ്കിൽ ഒന്ന് വരച്ചു വെക്കുക, തെറ്റിപ്പോവാതിരിക്കാൻ. ഇനി അടുത്തത് സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണം. അവിടെ നമ്മൾ 100 ആണ് എടുക്കുന്നത്. സെന്റിമീറ്ററിനെ മീറ്ററിലാക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്, 100 ആണ് എടുക്കുന്നത്, 100. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ 100 കൊണ്ട് ഹരിക്കുന്നു. മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ 100 കൊണ്ട് ഗുണിക്കുന്നു. കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ നമ്മളോട് ചോദിക്കുവാണ് 5 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ് ചോദിച്ചു. 5 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ് എന്ന് നമ്മളോട് ചോദിക്കുവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, എത്രയാണോ മീറ്റർ 5 ഗുണിക്കണം 100, അതായത് 500 സെന്റിമീറ്റർ. റെഡി? ഇനി നേരെ തിരിച്ചു ചോദിക്കുവാണേ, 120 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ് ചോദിക്കാം. 120 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എത്രയാണോ സെന്റിമീറ്റർ, സെന്റിമീറ്റർ എത്രയാണ് ഇവിടെ, 120 ഹരിക്കണം 100. ഇവിടെ നോക്കിയേ, എത്ര പൂജ്യങ്ങളുണ്ട് താഴത്ത്, 2 പൂജ്യങ്ങൾ. നമ്മൾ നമ്പർ അതേപോലെ തന്നെ എഴുതുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, 2 സ്ഥാനം കഴിഞ്ഞൊരു കുത്തിടുന്നു, കഴിഞ്ഞു. 1.20 മീറ്റർ. അപ്പൊ ഇത് മീറ്ററും സെന്റിമീറ്ററും മില്ലിമീറ്ററും ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ പഠിക്കാനുള്ള 2 ആൾക്കാരാണ് ആര്, ഇതേപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2 ആൾക്കാരാണ് മില്ലി ലിറ്ററും ലിറ്ററും. അതേപോലെ തന്നെ ഒരാളും കൂടി ഉണ്ട്, ഗ്രാമും കിലോഗ്രാമും. ഈ ചാർട്ട് അങ്ങനെ പഠിച്ചു വെക്കുക. മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് മാറ്റാൻ ഡിവൈഡഡ് ബൈ 1000 ആണ്. ലിറ്ററിനെ മില്ലി ലിറ്ററിലേക്ക് മാറ്റാൻ ഇൻറ്റു 1000 ആണ്. ചോദ്യം ഇത്രേ ഉണ്ടാവുള്ളൂ, 3 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലി ലിറ്റർ ആണ് ചോദിക്കും. 3 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലി ലിറ്റർ ആണ്. അപ്പൊ എന്റെ മക്കൾ എന്താ ചെയ്യേണ്ടത്, എത്രയാണോ മില്ലി ലിറ്റർ അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, 1000 എന്ന് പറഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്യും. ഉത്തരം എന്ത് വരും, 3000 മില്ലി ലിറ്റർ. റെഡി? നേരെ തിരിച്ചു ചോദിക്കുവാണ്, 5000 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ ആണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, എത്രയാണോ മില്ലി ലിറ്റർ ഡിവൈഡഡ് ബൈ 1000. അപ്പൊ എന്ത് വരും, 5 ലിറ്റർ. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, കിലോഗ്രാമും ഗ്രാമും. ഇപ്പൊ മില്ലി ലിറ്റർ മാറി ഗ്രാം ആവും, ലിറ്റർ മാറി കിലോഗ്രാം ആവുന്ന മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം സെയിം ആണ്.
അപ്പൊ ഈ 3 ചാപ്റ്റർ എന്ത് ചെയ്യുക മക്കള് ബുക്കിലേക്ക് എഴുതി വെക്കുക. എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യുക എക്സാമിന് കയറുക. ഓക്കെ, സോ താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം ഒക്കെ എഴുതുക കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ.